ആശാ തൊഴിലാളികൾ സമരം തുടങ്ങിയിട്ട് ഇന്ന് 100 ദിവസം തികയുകയാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ മുന്നിൽ സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്കാണ് 100 ദിവസം തെരുവിൽ ഇങ്ങനെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് സർക്കാർ അവരുടെ 4ാം വാർഷികത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ നടക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ആരംഭിച്ച സമരം 100 ദിവസം തികയുകയും ചെയ്യുന്നത്. മിനിമം ജീവിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതുപോലും നൽകാൻ തയ്യാറാകാതെ അവർ തൊഴിലാളികളോടൊപ്പമല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള സമൂഹം ഒന്നടക്കം ഈ സമരത്തോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ ഉയർത്തിയ ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് മാത്രമേ ഈ സമരത്തിൽ നിന്നും പിന്തിരിയുകയുള്ളൂ. ആശാസമരം സിന്ദാബാദ്, ആശാസമരം 100ാം ദിവസം ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ വിഷയത്തെയും മുടക്കി ഇന്നത്തെ ആശാവർക്കുകൾ നാട്ടുവോട്ടിനെ നിർത്തിക്കുന്ന വിഷയത്തെ നാം പൊതുജനങ്ങൾ കണ്ട് ചുമ്മാർക്കുന്നില്ലാണ്. അപ്പോൾ പൊതുജനങ്ങൾ മുഴുവനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തവിട്ട് ബാക്കി എല്ലാ സഹ പാർട്ടിയും പൊതുജനങ്ങൾ അത്ര പേരും ഏറ്റെടുത്തിട്ട് ഒരേ വിഷയം എതിര് കേട്ട ആശാവർക്കുകളുടെ സമരത്വമായി ഏറ്റെടുത്തിട്ടാണ്. അത് എല്ലാവരും അറിവിച്ചേക്കാണ്. അതുപോലെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന സമരത്തെ வெற்றியடையும் நாம் எல்லாம் பின்னாடி செயல்படுத்தணும். எனக்கு பின்னாடி நிறைய பேசுறதுனால நான் சுருக்கமாக முடிச்சுக்கிறேன். இந்த பரவாயில்லை கொய்யாமாரில் வந்து துவக்கி வச்சதாக கூறியவர் இது நன்றி வணக்கம். ബിജെപിയുടെ പ്രമുഖ നേതാവും മണ്ഡലം പ്രസിഡന്റുമായ ശ്രീ കെ മോഹൻദാസ് അവരെ ക്ഷണിക്കുന്നു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ബിന്ദു അവർ നയിക്കുന്ന രാപ്പകൽ യാത്രയ്ക്ക് കൊഴിഞ്ഞാമ്പാറയിൽ നൽകുന്ന സ്വീകരണത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ രതീഷ്, ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട തടികാചരണൻ, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആശാ വർക്കർമാർ, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാർ, മറ്റു മുതിർന്ന നേതാക്കളെ എല്ലാവരും സൂചിപ്പിച്ചു. ആ തെരുവ് നാടകത്തെക്കുറിച്ച് ഇനിയൊരിക്കൽ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിൽ ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. ആ തെരുവ് നാടകത്തിൽ തന്നെ എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്താണോ ആശാവർക്കർമാർ കഴിഞ്ഞ കോവിഡ് കാലത്ത് ബുദ്ധിമുട്ടിയത്, എങ്ങനെയാണ് നമ്മളൊക്കെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ, മാസ്ക് എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഓരോ വീട്ടിലും കയറി ഇറങ്ങിക്കൊണ്ടിരുന്നത് എന്നത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ നേരിട്ട് അനുഭവപ്പെട്ട കാര്യമാണ്. കോവിഡ് കാലത്ത് മാത്രമല്ല, ഈ സമയത്തും ഓരോ വീട്ടിലും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അവരുടെ ബുദ്ധിമുട്ട്, സാധാരണ ആവശ്യമാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക, ഇങ്ങനെയുള്ള സാധാരണ ആനുകൂല്യമാണ്. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്കൊക്കെ തന്നെ ഒരു കാര്യത്തിലെ അത്ഭുതവും, കാരണം അധികാരത്തിലിരിക്കുന്ന, ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ സ്വാഭാവികമായിട്ടും ഈ സമരത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പലർക്കും പല ആനുകൂല്യങ്ങളും നിഷേധിക്കുമെന്നുള്ള ഭയമുണ്ടാവും. പ്രത്യേകിച്ച് മഹിളകളെ ആ രീതിയിലൊക്കെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം, ഇപ്പൊ അധികാരത്തിലിരിക്കുന്നവരുടെ കൈപ്പിടിയിലാണ് കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നത്. അതുപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്ന വീട്ടിന്റെ ലോൺ തരില്ല, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടണമെന്നൊക്കെ, അതൊക്കെ മറികടന്നുകൊണ്ട് ഇത്രയും പേർ ഇതിൽ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ സമരം വിജയിച്ചേ മതിയാകൂ. വിജയിക്കുമെന്ന് ഉറപ്പാണ്, പക്ഷെ വിജയിച്ചേ മതിയാവൂ. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും നിങ്ങൾ തയ്യാറാവണം. നിങ്ങളോടൊപ്പം ഇന്നാട്ടിലെ നല്ലവരായ ജനങ്ങൾ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വന്ദേ മാതരം. തരുവാന്ന് പറഞ്ഞാൽ 18 വർഷം നിന്നിട്ട് 10 വർഷം കഴിഞ്ഞാൽ ഇവരെന്താ പറയാ, 10 വർഷം കഴിഞ്ഞവരെ സ്ഥിരപ്പെടുത്തണമെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ചെയ്യണ പണിക്ക് ഒരു കൂലി നമ്മൾ ചോദിച്ചതിന് അവർ തരില്ല എന്നാണ് തറപ്പിച്ച് പറയണം. പക്ഷേ ഞങ്ങൾ ഈ 100 ദിവസം
സമരം ചെയ്തിട്ട് അവര് ഒരു ബസിന്റെ ചില്ല് പൊട്ടിക്കുകയെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് പൊട്ടിക്കുകയെ ഒരു ചെയർ എടുത്തെറിയേ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ 2 ദിവസം ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് റോഡ് ഉപരോധനം ഉണ്ടായി. അവിടെ വെച്ചിട്ടും നമ്മൾ സാധാരണ സാറ് പറഞ്ഞത് നമ്മള് എന്താണെങ്കിലും സമാധാനം പാലിക്കണം, നിങ്ങൾ എടുത്ത് ചാടണ്ട, സമാധാനം പാലിക്കണം. ആ സമാധാനം പാലിക്കണമെന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരു വിജയം. ആ എന്ത് അനുഭവിച്ചാലും നമ്മൾക്ക് ആദ്യം വേണ്ടത് സമാധാനമാണ് എന്നുള്ളതാണ്. എന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ ഇത്രയും ദ്രോഹിക്കുന്ന ഒരു ഗവൺമെന്റ്, ഞങ്ങൾ അധികാരത്തിൽ വന്ന 21,000 രൂപ ശമ്പളം തരും, നിങ്ങളെ സ്ഥിരപ്പെടുത്തും എന്നെല്ലാം പറഞ്ഞ് അധികാരത്തിൽ വന്നു. പക്ഷെ ഇത്രയും ദ്രോഹം ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളത് കുറെ അനുഭവിച്ചു പോയി. ഈ അനുഭവത്തിലൂടെ കോവിഡ് സമയത്ത്, അതും കൂടെ ഞാൻ ഇതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കോവിഡ് സമയത്ത് 6 മണിക്ക് TV തുറന്നു നോക്കിയാൽ പറയും ഇത്ര കോവിഡ് മരണം, ഈ ഓരോ ജില്ലയിലും ഇത്ര കോവിഡ് മരണം, ഇത്ര ആൾക്കാർ കോവിഡ് ബാധിച്ചു എന്ന്. ഇത് എവിടെ നിന്ന് കിട്ടുന്ന കണക്കാണ്. ഞങ്ങൾ ഓരോ ആശാവർക്കർമാരും ഒരു എന്താ പറയാ പേടിയില്ലാതെ ഫീൽഡിൽ ഇറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്ത് അവർക്ക് റിപ്പോർട്ട് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് വൈകുന്നേരം ആകുമ്പോൾ പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ ശൈലി ആപ്പ് ചെയ്തു, എവിടെ ഇത്ര ആൾക്ക് അവര് BP ഉണ്ട്, ഷുഗർ ഉണ്ട്, കണക്ക് കൊടുത്തു. എങ്ങനെ കണക്ക് കൊടുത്തു? ഈ ആശാവർക്കർമാര് നമ്മൾ പുറത്തിറങ്ങി ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് കിട്ടുന്ന കാര്യങ്ങളാണ് അവര് പറയുന്നത്. ഇതിൽ ഇറങ്ങി തിരിച്ചിട്ട് അവരുടെ ഒരു കണക്ക് പറയല്. എന്നിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ അവാർഡുകൾ മുഖത്തോട്ട് വാങ്ങിയെടുത്തിട്ട് നമ്മളുടെ ഒരു പുച്ഛമായി തള്ളുമ്പോ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഇന്നിപ്പോ എന്താ പറയാ മഞ്ഞപ്പിത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ 2 കുട്ടികളും മരിച്ചു. അപ്പൊ ആശാവർക്കർമാർ വേണം. ഡെങ്കിപ്പനി വന്ന ആശാവർക്കർമാർ വേണം. അതുപോലെ വേറെ എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി വന്ന ആശാവർക്കർമാർ വേണം. ആശാവർക്കർമാര് പണിയെടുത്താൽ അവർക്ക് കൂലി കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആശാവർക്കർമാരില്ല, അവരെ കണ്ടുചിമ്പി അവർക്ക് ഈ കൂലി ഇല്ലാത്ത പണിയെടുക്കുകയാണെങ്കിൽ ആശാവർക്കർമാർ വേണം. ഒരു പരിപാടി എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ ആള് കൂടണമെങ്കിൽ ആശാവർക്കർ വേണം. ഇത്രയൊക്കെയും ചെയ്തിട്ട് നമ്മള് ഇനിയിപ്പോ ഞങ്ങള് എന്താ പറയാ പണിയെടുക്കൽ കുറച്ചു. കാരണം ഞങ്ങൾക്ക് നിവൃത്തിയില്ല. 15 ദിവസമാണ് ഗവൺമെന്റ് പണിയെടുക്കാൻ പറയുന്നത്. ഞങ്ങൾ 15 ദിവസം പണിയെടുക്കും. 15 ദിവസം വേറെ എന്തെങ്കിലും പണിക്ക് പോയാലേ ഞങ്ങളുടെ കുടുംബം കഴിയാൻ പറ്റുള്ളൂ. ഈ 7,000 രൂപയ്ക്ക് ഞങ്ങൾക്ക് കുടുംബം കഴിയാൻ പറ്റില്ല. പല ആൾക്കാരും പറയുന്നത് 13,200 രൂപ കിട്ടുന്നത്. അവരാരാണെന്നുള്ളത് ഒന്ന് നേരിൽ വന്ന കണ്ടാൽ ഞങ്ങൾക്ക് മതിയായിരുന്നു. ഈ 13,000 രൂപ ആർക്കാണ് കിട്ടുന്നത് കൂടിയവരെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണം. 13,200 രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. ഇല്ല പറഞ്ഞാൽ അവരാരാണെന്നുള്ളത് എന്നെ എന്താ പറയാ നേരിലാണെങ്കിൽ എന്നെ ആരും അറിയാണ്ട് എൻ്റെ അടുത്ത് ഇത്ര 13,200 രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞാൽ ഞാൻ അതിന് മറുപടി ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷെ ഇന്നിവിടെ വരാതിരുന്ന എത്ര പേരിനെ അവര് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ ജോലിക്കോ നിങ്ങൾക്ക് ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തീർത്ത് പറഞ്ഞ് അവര് മുടക്കി വെച്ചിരിക്കണം. ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവിടുത്തെ പരിപാടി കഴിഞ്ഞോ ചോദിച്ചിട്ട്. പക്ഷെ അവർ വീട്ടിലിരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് മുഴുവനും ഈ സമരത്തിനോടൊപ്പമാണ്. അവർ എന്താണെങ്കിലും ഈ സമരത്തിന് ഈ കാണുന്ന ആൾക്കാർ മാത്രമല്ല എന്നുള്ളത് കൂടെ ആദ്യം ഈ പാർട്ടിക്കാരൊന്ന് വിചാരിക്കണം. അല്ലാതിരുന്ന ഇത് നാളെ അവർക്കത് ദോഷമാണ്. പെണ്ണുങ്ങളാണ് പറയുന്നത്. അതും കൂടെ ആദ്യം ഒന്ന് അതിന്റെ മനസ്സിലാക്കിയിരിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
ഭീകരമായ മഴയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ മഴ പെയ്തത്. ഭയങ്കര കാറ്റായിരുന്നു. വേപ്പ വീഴും.